ഇതെവിടെയടി? ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആണല്ലോ. അപ്പൊ ഒരു പെൺകോന്തരല്ല. കാശൊക്കെ ഉള്ള ആള് തന്നെയാണോ? സ്വന്തമായിട്ട് കാറും ബൈക്കൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. ആർക്കറിയാം. എത്താറായി. എന്തുവാടേ ആളെ കൊല്ലു? അതിലുള്ളോണ്ട് നന്നായി. വണ്ടി ഇടിച്ചെങ്കിലും നിർത്താം. സ്റ്റാൻഡും ഇല്ലേ? എന്റെ പൊന്നളിയ, ഈ ഒരു ചകട് കിട്ടിയുള്ളൂ വരാനായിട്ട്. ഇപ്പഴാ നീ ഇത് കാണണേ? അച്ഛൻ ആലപ്പുഴ പോകാൻ കണ്ട നേരം നീ വന്നേ. മച്ചാ, അവിടെ പോയി കബൂറാക്കാൻ നിൽക്കരുത്. മനസ്സിലായ? നമ്മളെ ഫുഡ് അടിക്കാനല്ല പോണത്. അതൊക്കെ എനിക്കറിയാം. അവിടെ നിൽക്ക്. എന്ത്? ഒരു മയത്തിലൊക്കെ വേണം. ഓ, ഫോണില്ലേ? ചാർജോ ഉണ്ട്. ഹെഡ്സെറ്റ് ഇതാ, എടി ചെവി കുത്ത്. നീ ഒന്നും ഒറ്റയ്ക്ക് പറയാൻ നിൽക്കണ്ട. ഓരോ സെക്കൻഡും ഞാൻ ഇൻസ്ട്രക്ഷൻ തന്നോണ്ടിരിക്കും ഫോണിലൂടെ. ഓ, ഓക്കെ. നീ അത് ചെയ്താ അവള് നിന്റെ കൈ ഇരിക്കും. തന്നെ? മനസ്സിലായ? ആ വിട്ടോ. ഓക്കെ. ആ സിനിമ നീ കണ്ടിട്ടുണ്ടല്ലേ? 2 പ്രാവശ്യം. ചെല്ലി. ഓ, നോക്കടി, ഒരു സൂപ്പർമാൻ. അത് തന്നെയാടി ആളാണോ? ഹായ്. ഹായ്. ഇറ്റ്സ് ഓക്കെ. നീ അവളുടെ അടുത്ത് എത്തിയാ? എങ്കി നീ സ്വീറ്റ് ആയിട്ടൊരു ഹായ് പറഞ്ഞേ. ഹായ്. ഹായ്. സോറി, അല്പം ലേറ്റായി പോയി. ഹെവി ട്രാഫിക്. ഇറ്റ്സ് ഓക്കെ. നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. ഇതാരാ? അതാരാ? ഫ്രണ്ടാ. ഫ്രണ്ടാ? ഹായ്, ഐ എം നീന. നൈസ് നെയിം. നീന. ഐസ്ക്രീം കഴിക്കാം. മച്ചാനെ, ഞാനും വരാം. വേണ്ട വേണ്ട. വാനില വേണ്ട, ചോക്ലേറ്റ് മതി. ചോക്ലേറ്റ് ആണല്ലേ? നിനക്കും ചോക്ലേറ്റ് ആയിരിക്കും അല്ലേ? ഹലോ. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടേ, കാർ പറിക്കാൻ പോയതാ. അവൻ ചിലപ്പോ ഇങ്ങോട്ട് വരും. ബെസ്റ്റ് ഫ്രണ്ടാ, യു നോ. ഫ്രണ്ട്ഷിപ്പ് ഈസ് മൈ സോൾ. കുറെ നേരമായി വന്നിട്ട്? ഇല്ല, ഒരു അരമണിക്കൂറായി കാണും. ആണോ? എങ്ങനെയാ വന്നത്? ഞങ്ങൾ സ്കൂട്ടിയിലാ വന്നത്. ആണോ? സ്കൂട്ടി നല്ല വണ്ടിയാ, പക്ഷേ മച്ചാനെ വന്നല്ലേ. എന്ത്? ഇവനാണ് നിന്റെ ഫ്രണ്ട്? ഒരുമാതിരി ഏർപ്പാടായി പോയി. ഈ കൂതറിലാണ് നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ? ഇനി മേലാൻ എന്നെ വിളിച്ചാലുണ്ടല്ലോ, അവൻ വന്നേക്കണ സൂപ്പർമാന്റെ ഉടുപ്പിട്ടോണ്ട്. ഒരു മാറ്റമില്ല. നീ ഇങ്ങ് വന്നേ, ഇത് സീനാണ് കേട്ടാ. ഞാൻ പോണ്. ഏത് നേരത്തെ വിളിക്കാൻ തോന്നിയോ? അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ്. അയ്യോ, ഒന്ന് പോടെ. നിനക്കൊക്കെ ചിരി.
ആദ്യമായിട്ട് ഒരെണ്ണത്തിന്റെ കറക്കിയെടുത്തിന്റെ പാട് എനിക്കേ അറിയാം. അത് ശരിയാ മച്ചാൻ 24 മണിക്കൂറും ഫോണിൽ തോണ്ടിയും കുത്തി ഒപ്പിച്ചെടുത്ത ഐറ്റമായിരുന്നു. അത് പോയി കിട്ടി. പഴം ഞാൻ പറഞ്ഞ പോലെ ചാറ്റ് ചെയ്തിട്ട് അവൻ ഇതുവരെങ്കിലും എത്തിച്ചത്. ഏതുവരെ? അത് പിന്നെ എടാ ഒരു 100 തവണയെങ്കിലും ഞാൻ ഇവനോട് ചോദിച്ചിട്ടുണ്ട് അവളുടെ ഫോട്ടോ ഒന്ന് എനിക്ക് കാണിച്ചതാന്ന്. അപ്പൊ അവന് പറ്റൂല. നമുക്കിത്തിരി ഗ്ലാമർ കൂടി പോകണ്ടായിരിക്കും. അയ്യാടാ, ഗ്ലാമർ കൂടി പോയിട്ടൊന്നുമല്ല. നിന്റെ സ്വഭാവം എനിക്കറിയാം. ഫോട്ടോ കാണിച്ചിട്ട് വേണം ഇനി അതിന്റെ പിറകെ കൂടെ പോവാൻ. അത് കറക്റ്റാ. ഇപ്പൊ ഏതായാലും പോയല്ല, സമാധാനമല്ല. പോടാ മച്ചാനെ, ഇതിനൊക്കെ ഒരു യോഗം വേണം. യോഗം എന്ന് പറയണത് 4 ആള് കൂടുമ്പോ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നതല്ല. തുടങ്ങി. അതൊക്കെ വേറെ ഉണ്ട് ബ്രോ. ഈടാ പൂ പോലെ ഇരുന്ന പെണ്ണ, ഇവളെ കണ്ടത് പൂതനായി. അല്ല കുമ്പാരി, അവളിങ്ങനെ റേസാക്കാൻ നീ അവക്കിട്ട് എന്ത് പണിയാടാ കൊടുത്തത്? അവള് നിന്റെ ലൈനായിരുന്ന? എന്നിട്ട് എടാ നിനക്ക് ആ സെൻട്രീസസിലെ മഞ്ജുവിനെ അറിയില്ലേ? നീ ആ സെന്റി അടിച്ച് പുറകെ നടന്ന് വളച്ച കേസല്ലേ? അത് തന്നെ. ആ കേസ് ഇവൾ അറിഞ്ഞാ? അതെങ്ങനെ? മഞ്ജു ഇവളുടെ അനീതിയായിരുന്നു. എന്നിട്ടോ നിനക്കെന്നെ ഞാൻ പറഞ്ഞായിരുന്നോ? നീ കണ്ടല്ലേ? വേണ്ടളിയാ, എനിക്കത് ഓർക്കാനേ വയ്യ. എടാ വന്ദന പോയാ ചിത്ര വരും, ചിത്ര പോയാ വിദ്യ വരും. ഇവിടെ ഞാൻ ഇരിക്കല്ലേ. നീ ഒന്നിരുന്നതിന്റെ ഇരിപ്പാണ് ഈ കാണുന്നത്. എഴുന്നേക്കാ, മതി ഉറങ്ങിയത്. ഇവനിതെങ്ങോട്ട്? എങ്ങോട്ടാണ് രാവിലെ തന്നെ എടുത്തൊരുങ്ങി? ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. സ്പെഷ്യൽ ക്ലാസ്സിനാ? നീയാ? ഏത് ടീച്ചറിന്റെ ക്ലാസ് ആണ്? സ്മിത ടീച്ചറിന്റെ. അപ്പൊ സ്പെഷ്യൽ തന്നെ. സ്പെഷ്യൽ. ഗുഡ് മോർണിംഗ്. മുഹ അളിയ. അതോ അങ്ങനെയായി. നീ വേറൊരെണ്ണത്തിനെ സെറ്റ് ചെയ്താടാ. അളിയന് ഞാൻ സെറ്റ് ചെയ്ത് തരണം അല്ലേ? നീ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കുറച്ചുകൂടെ പെരിപ്പിക്ക്. ചേട്ടൻ പോയിട്ട് വരാം കേട്ടാ? ശരി അളിയ. ഓക്കേ. പെരിപ്പിക്കൽ മാത്രം നടക്കണുള്ളൂ. ഇതൊക്കെ കൊണ്ട് വല്ല ആക്രയ്ക്കും കൊടുക്കണതാണ് നല്ലത്. അളിയാ, ഇനി എന്താ പരിപാടി? എനിക്കൊന്ന് ബാങ്കിൽ പോണം, DD എടുക്കണം. അങ്കിളിനാ. നീ ആരെയും നോക്കുന്നത്? ഏയ് ഫസ്റ്റ് ഇയറിലാ ദീപ്തി ഇല്ലേ? ക്ലാസ് ഇറങ്ങുന്നവരെ എന്റെ റേഞ്ചിലുണ്ടായിരുന്നോ? മിസ് ആയി മാൻ. നന്നായി. എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എടാ അവൾ ആ സതീഷായിട്ട് ഏകദേശം സെറ്റ് ആയിട്ടിരിക്കുക. നീ ചുമ്മാ. ഏയ് അത് അവൻ തന്നെ പറഞ്ഞുണ്ടാക്കിയതാ. അവൾ അറിഞ്ഞിട്ട് പോലുമില്ല. എടാ അവൾ ഇപ്പൊ ഇംഗ്ലീഷ് സെറ്റപ്പ് പിന്നെ അല്ലാതെ നല്ല ബോൾഡാണ്. എടാ ഈ പെമ്പിള്ളാരൊക്കെ നമ്മള് പിന്നാലെ നടന്ന് ശല്യവും ചെയ്ത് കുറെയൊക്കെ നമ്പർ ഇറക്കി വേണ്ടി വന്ന തല്ലും കൊള്ളണം. പക്ഷെ വളച്ചിരിക്കണം. അതാ എടുക്കും. അല്ലാതെ എന്നെ പ്രേമിച്ചോന്നും പറഞ്ഞ ഒരു പെണ്ണും നമ്മുടെ പിന്നാലെ ഒന്നും വരില്ല. മനസ്സിലായ? ഓ ഞാൻ തിരക്കട്ടെ എന്നാ, വൈകിട്ടണം. ഓക്കെടാ. ചേട്ടാ ദീപ്തിയെ കണ്ടായിരുന്നോ? ഛേ, ഒരു പെൺകുട്ടി വെള്ള ചുരിദാറൊക്കെ ഇട്ട് ചുരുള മുടിയൊക്കെ ആയിട്ട്. ഇളമക്കരക്കല്ലേ? ഇവിടെ എന്നാ ബസ് കിട്ടും. ഓ കേക്കില്ല അല്ലേ?
ചിരിച്ചു. ഈ ദീപ്തി ബസ് പോയായിരുന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അദീപ് ആംഗ്ലേ ആ ഞാൻ ബാംഗ്ലൂർ പോകാൻ നിൽക്കാം. ബസ് സ്റ്റോപ്പിലാ. ലഞ്ച് ബ്രേക്ക് ആവുന്നതിന് മുമ്പ് ഓക്കെ എന്നാ. ഓരോ കുരിശുമായിട്ട് വരും കറക്റ്റ് സമയത്ത്. മോനെ ഇളമക്കരിക്കുള്ള ബസ് വന്നു. ആ ആ ആര്? ആ ഇവിടെയാണോ വീട്? അല്ല, ഓ അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നായിരിക്കും. എനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ലല്ലോ. ഓ പിന്നെ എന്താ ഇവിടെ? ഞാൻ നിന്റെ കൂടെ വന്നല്ലേ. എന്റെ കൂടെയോ? പിന്നെ അല്ലാതെ. ഓട്ടോ 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 ചേട്ടാ വണ്ടി വിട്ടു വണ്ടി വിട്ടു. സോമൻ എങ്ങോട്ടാ? BTS റോഡ്. അവിടെ എവിടെ? ചേട്ടനിപ്പോ ഒന്ന് വണ്ടി എടുക്ക്. ഓ നടക്കട്ടെ, നിന്റെയൊക്കെ ഒരു യോഗം. ഇണക്കുരുവികളെ. ചേട്ടാ ഇവിടെ നിർത്തിക്കോ. ആ ഇവിടെ? ആ ഇവിടെ തന്നെ. ആ ആ ആ. എത്ര ചേട്ടാ? ഉള്ളത് താടേ. എന്നിട്ട് അല്ല ചേട്ടാ ബാക്കി ബാക്കി ചെല്ല് ചെല്ല്. ചേട്ടാ സോമ പോയാ? പോവാം. എങ്ങോട്ട്? താൻ ആരാ? എന്താ എന്റെ ഉദ്ദേശം? നീയല്ലേ എന്നെ നോക്കി ചിരിച്ചതും കൈ കാണിച്ചതൊക്കെ? അതുകൊണ്ട് അത് കൊണ്ടാ, അത് പോരെ. നിനക്കെന്താ വേണ്ട? എന്താ എന്റെ ഉദ്ദേശം? വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി ഇറങ്ങിയതാ. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാ നീ വിളിച്ചത്. ഞാനോ? പിന്നെ ഞാനോ? ഡീ പെണ്ണെ, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. മര്യാദക്ക് വിട്ടോളാം. ഇനി എന്റെ പുറകെ എങ്ങാനും വന്ന പെണ്ണെ നിന്റെ 2 കാലി ഞാൻ തല്ലി പിടിച്ചോളയും. ഹലോ, താൻ എവിടെ പോയാലും ഞാൻ കൂടെ വരും. എന്നെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അടുത്ത വണ്ടിക്ക് മുന്നിൽ ഞാൻ ചാടിച്ചാവും. നമ്മൾ ഒന്നിച്ചു വന്നതിന് തന്റെ കൂട്ടുകാരും ഓട്ടോക്കാരനും ഒക്കെ സാക്ഷിയാ. പോലീസ് ആദ്യം വരിക നിന്റെ അടുത്തായിരിക്കും. പോലീസാ?
താൻ എന്തോന്നും മിണ്ടാത്തെ? അതെ, ഉം. ഇവിടം മുഴുവൻ്റെ പരിചയക്കാരാ. ആരെങ്കിലും കണ്ട എന്റെ കാര്യം പോക്ക. ഞാനൊരു കുടുംബത്തിൽ പിറന്ന പയ്യനാ. ഉം. ആണോ? ആ, എന്നാ വാ നമുക്ക് കല്യാണം കഴിക്കാം. കല്യാണം? ഞാനൊരു കുടുംബത്തിൽ പിറന്ന പെണ്ണാ. അപ്പൊ നമ്മൾ തമ്മിൽ ചേരും. കല്യാണം? ഡിഗ്രി പോലുമില്ല, ഉള്ള മൊത്തം സപ്ലി. എന്തിനാ ഡിഗ്രി? നീ ആള് ഗ്ലാമർ അല്ലേ? അതെ, ഞാൻ രഹസ്യം പറയട്ടെ. എന്റെ മുന്നില് 2 കൊല്ലം വെപ്പ. കയ്യിലിരിപ്പോണ്ടായിരിക്കും. എന്താണ് അവിടെ ഇരുന്ന് പരുങ്ങുന്നത്? പിന്നെ ഞങ്ങളിവിടെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. നിന്റെ വീട് എവിടെ? തമ്മനം. അവിടെ എവിടെയാ? ആ അമ്പലത്തിന് താഴെ. ഇവിടെ കിടന്നധികം കറങ്ങാതെ വീട്ടിൽ പോകാൻ നോക്ക്. കണ്ട കണ്ട, പ്രശ്നമായി. ഒരു പ്രശ്നമില്ല, ഒക്കെ നിന്റെ തോന്നലാ. ഹലോ, ആംഗ്ലേ, നീ എവിടെ പോയി കിടക്കാ? ആ. ഇതുവരെ ഡീഡി എടുത്തില്ലേ? അത് ഞാൻ ബാംഗ്ലൂർ ഇപ്പത്തെ. ഞാൻ അപ്പൊ നീ ഇതുവരെ ബാങ്കിലെത്തിയില്ലേ? ബസ്സിൽ ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെ. ഒന്ന് പെട്ടെന്ന് ചെല്ലടാ, ഇവിടെ കാത്തിരിക്കുക. ശരി അങ്ങളെ. പെങ്ങളെ, എന്റെ അങ്കിളെ വിളിച്ചത്. ഒരു DD എടുക്കാൻ രാവിലെ എന്നെ പറഞ്ഞേൽപ്പിച്ചതാ. ഇനിയും വൈകിയ ബാങ്ക് അടയ്ക്കും. ആണോ? എന്നാ വാ നമുക്ക് ഡീഡ് എടുത്തിട്ട് വരാം. അയ്യോ, താമരണ്ട, ഞാൻ പോയി DD എടുത്തിട്ട് വരാം. ആണോ? ആ വേല കയ്യിലിരിക്കട്ടെ, എന്നെ വിട്ടു പോവാന്ന് നീ വിചാരിക്കണ്ട. അളിയ, അതോ അങ്ങനെയായി. നീ വേറൊരെണ്ണത്തിനും സെറ്റ് ചെയ്താടാ. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പൊളിയാ. എന്നെ പോലെ വെപ്പല്ലൊന്നുമല്ല, നല്ല മസിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അല്ല, എല്ലാം ഉണ്ടായിട്ടെന്താ, സ്നേഹിക്കാൻ മാത്രം അവൻ ആരുമില്ല. ഞാനൊന്ന് വിളിച്ചാ മതി, അവൻ പറന്നങ്ങ് വരും. എന്തിനു? അല്ല, അവനാവുമ്പോ തൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. എന്തു പറയുന്നു? എനിക്ക് ആരായാലും മതി. ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല. ഓക്കെ. പറയളിയോ. അളിയ, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ടാ. മച്ചാനെ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. കാശായിരിക്കും. കാശൊന്നുമല്ല, നീ ഫ്രീ ആണോ? ആ, ഏയ് അല്ലല്ല, ഇവിടെ ഇത്തിരി പണിയുണ്ടാ. എന്താ കാര്യം? ഓ അല്ല, ഒന്നുമില്ല. എൻ്റെ ഒരു കസിൻ സിസ്റ്ററോട് വന്നിണ്ടേ, എന്തോ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. അത് കഴിഞ്ഞു, അവക്കിനി വൈകിട്ടാ ട്രെയിൻ. അതുവരെ ഇവിടെയൊക്കെ കറങ്ങിടക്കാന്ന് വെച്ചാ അവൾക്കാണെങ്കിൽ ഇവിടെ പരിചയവും ഇല്ല. എനിക്കാണെങ്കിൽ ബാങ്കിൽ പോകണം, DD എടുക്കണം, അങ്കിളിനെ കാണണം, ഒരുപാട് പരിപാടികളുണ്ട്. വിശ്വസിക്കാവുന്ന ആരെങ്കിലും വിളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കാണെങ്കിൽ നിന്നെ ഓർമ്മ വന്നത്.
നീ ബിസിയല്ലേ? ആ അവളിവിടെ നിൽക്കട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഏയ് അതൊന്നും ശരിയല്ല. നീ എന്തായി പറയണേ? ടൗണിലൊരു പെണ്ണിനെ ഒറ്റയ്ക്കാക്കിട്ടാ പോണേ? പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അളിയ ഞാൻ വരും. അല്ല, നിനക്കെന്തോ പരിപാടിയില്ലേ? അതെല്ലാം മാറ്റി വെക്കും. നിനക്കറിയാലോ, ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എന്നൊരു കാര്യം ചെയ്യ്, നീ വേഗം വാ, ഞങ്ങളിവിടെ സെൻട്രൽ പാർക്കിലുണ്ട്. ഓക്കേടാ, ഇതാത്തി. എങ്ങോട്ടാ? അത് ഇപ്പൊ ഒന്ന് കേറിയല്ലേ ഉള്ളൂ. ഫ്രണ്ടിന്റെ അടുത്തേക്കാ. എന്തിന്? പ്രാക്ടിക്കൽ നോട്ട് വാങ്ങിക്കാനാ. പ്രാക്ടിക്കൽ നോട്ട്. മര്യാദക്ക് നുണ പറയാനെങ്കിലും പഠിക്കടാ. ആലപ്പുഴക്കൊന്നും പോണ്ടേ? പോയിറങ്ങി. പെങ്ങളൊന്നും അല്ല, സംഭവം കൊള്ളാം. ഇതെന്റെ ഫ്രണ്ട്. യെസ്, ഐ ആം ദി ഫ്രണ്ട്. ഹായ്. പോവാം. പോകാ. പോവാം. ബെസ്റ്റ് ഫ്രണ്ടാ? എൻ നൻപൻ. എക്സ്ക്യൂസ് മീ, ഇവിടുന്ന് പ്രൈവറ്റ് ബസ് എളമക്കരയ്ക്ക് കിട്ടുമോ? ഹലോ, നിന്റെ ഏത് കസിന്റെ ഡോക്ടറാടാ അവള്? അത് പിന്നെ പാലക്കാട്ടെ. പാലക്കാടല്ലടാ, ഒലവക്കോട്. നിന്റെ കസിൻ സിസ്റ്റർ എന്റെ കൂടെ വിടുമ്പോഴേ ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു. അതും നീ. അല്ല, അതിനിപ്പോ എന്ത് പറ്റി? അവള് പറയാ എന്റെ ഒപ്പം വീട്ടിലോട്ട് വരണമെന്ന്. ഇനി മുതൽ അതാണ് അത്ര അവളെ വീട്. സത്യം പറയാളിയാ, ഇതിന് വട്ടാണോ? ആണോ? ആണോന്നോ? എടാ, ഇതിന് മാത്രം എന്ത് തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തേ? എന്റെ വീട്ടിൽ ഞാനേ ഒരു അധികം പറ്റാ. അപ്പോഴായത്. അല്ല അളിയ, അത് പിന്നെ ആ നേരത്ത്. അളിയ, ഇന്നലെ ഒരു പണി തന്നതല്ലേ ഉള്ളൂ. അടുത്ത പണിക്കൊരു മിനിമം ക്യാപ്പിടണ്ടാടാ. മച്ചാനെ, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ അതിനെ എങ്ങനെയും ഒഴിവാക്കാൻ നോക്ക്. എങ്ങനെ ഒഴിവാക്കാനാ? എടാ, ഞാൻ ഒഴിവാക്കിയില്ലേ, അതുപോലെ നീ ആരെങ്കിലും തല വെച്ചു കൊടുക്ക്. ആരുടെ തലയില്? അതൊന്നും എനിക്കറിയില്ല. ഹോ, 2 മണിക്കൂർ ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് മാത്രം അറിയൂ. ഹോ, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. ആ സാധനത്തിന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോഴാ എനിക്കൊരിത്തിരി ആശ്വാസമായത്. ഞാൻ ഇവിടെ തിരക്കില്ലടാ. വൈകിട്ട് പറ്റിയേ കാണാം. ആ ശരി ശരി, വെക്കട്ടെ. ആ ഹലോ ഹലോ. പോവാം. ശിവനെ കാത്തോളണേ അയ്യപ്പ.